Hello, good evening. Hello. Hello. Good good evening. Hello, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. Good evening, ma'am. Audible ആണോ? ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് ഡേ ഡീപ്പ് ലേണിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഡയമണ്ട് പ്രോബ്ലം ചെയ്തിരുന്നു. ഇത് എല്ലാം കൂടി ഒരു ഫോൾഡറിലാക്കണം. ബിക്കോസ് നമ്മൾ ANN ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ക്ലോസ് ചെയ്യുന്നുണ്ട്. ഡയമണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ഇത് കട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൻ പ്രോബ്ലം ആണ് കേട്ടോ. സോ ഡയമണ്ട് പ്രൊഡിക്ഷൻസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. സോ ചെക്ക് ചെയ്ത് നോക്കാം. ഡയമണ്ട് പ്രൈസ് പ്രൊഡിക്ഷൻ ആയിരുന്നു, ഒരു റിഗ്രഷൻ ഡാറ്റ സെറ്റ് ആയിരുന്നു. സോ അതിന്റെ എപ്പോക്സും കാര്യങ്ങളും ഓക്കെ, ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈൻ്റെ ഡാറ്റ സെറ്റ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. വൈൻ ഓക്കെ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫയൽ നെയിം കൊടുക്കാം. ഞാനിപ്പോൾ വൈൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ് കേട്ടോ. വൈൻ പ്രോബ്ലം _ കൊടുക്കാം. ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യുന്നുണ്ട്. അത് എടുത്ത് നോക്കിയിട്ട് റീനെയിം ചെയ്താലും ഒന്നും കൂടെ റീനെയിം ചെയ്താലും മതി. സോ ഡാറ്റ സെറ്റിനനുസരിച്ചിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് പാൻഡാസ് SPD കൊടുക്കുക. ഇമ്പോർട്ട് പാൻഡാസ് SPD. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇതാണ് ലേബിൾ എൻകോഡർ. വേണമെങ്കിൽ ലേബിൾ എൻകോഡർ, അതേപോലെ മാറ്റ്പ്ലോട്ലിബ്, സീബോൺ പോലുള്ള വിഷ്വലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ ഇമ്പോർട്ട് സീബോൺ ആസ് SNS കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ട് കൊടുക്കാം മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് TLT കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ലേബിൾ എൻകോഡർ വേണമെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാം. കൊടുക്കുക ഫ്രം sklearn ഡോട്ട് പ്രീപ്രോസസ്സിങ്ങിലാണ് എന്തുള്ളത്, ലേബിൾ എൻകോഡർ ഉള്ളത്. സോ ലേബിൾ എൻകോഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് ശേഷം ഫ്രം നമുക്ക് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം. സോ sklearn ഡോട്ട് ഇത് കൊടുക്കുക മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. മോഡൽ സെലക്ഷനിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ സ്റ്റാൻഡേർഡ് സ്കെയിലർ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ. ദെൻ അതിനുശേഷം നമുക്ക് ഈ ഒരു ഡാറ്റനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെൻസർഫ്ലോ ഇമ്പോർട്ട് ചെയ്യണം. അതേപോലെ സീക്വൻഷ്യൽ, നമ്മൾ നേരത്തെ മുമ്പ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സീക്വൻഷ്യൽ വേണം. അതേപോലെ ഡെൻസ് വേണം ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഔട്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം നമ്മൾ ഡെൻസ് എന്താണെന്നായിരുന്നു പറഞ്ഞത്, നമ്മൾ ആഡം ഒപ്റ്റിമൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ലെയേഴ്സിൽ നമ്മൾ ഡ്രോപ്പ് ഔട്ടും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. സോ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ടെൻസർഫ്ലോ ആസ് TF കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് ഹീരാസ് ഡോട്ട് ഇത് കൊടുക്കുക മോഡൽസ്. അതിൽ നിന്ന് ഇമ്പോർട്ട്
സീക്വൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ആസ് സെയിം വേ നമുക്ക് ബാക്കി ഡെൻസും ഡ്രോപ്പ് ഔട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം എന്താ കൊടുക്കുക, ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് ലെയേഴ്സ്. മോഡൽസിൽ നിന്നായിരുന്നു സീക്വൻഷ്യൽ എടുത്തത്, ഇവിടെ ലെയേഴ്സ് ആണ്. ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഒപ്റ്റിമൈസർ ആണ്. സോ ഫ്രം ടെൻസർഫ്ലോ ഡോട്ട് കീറാസ് ഡോട്ട് എന്ത് കൊടുക്കുക, ഒപ്റ്റിമൈസേഴ്സ് ഇമ്പോർട്ട് ആഡം ഒപ്റ്റിമൈസർ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ അഡീഷണലി നമ്മൾ യൂസ് ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ആണ് പുതിയതായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഡാറ്റ ഫ്രെയിമിനെ ലോഡ് ചെയ്യാം. സോ ഡാറ്റ ഈക്വൽസ് കൊടുക്കുക pd ഡോട്ട് റീഡ് അണ്ടർസ്കോർ csv, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഫയൽ നെയിം കൊടുക്കുക. വൈൻ ആണ്, സോ വൈൻ തന്നെ കൊടുക്കുന്നുണ്ട്, wine.csv. അതിനുശേഷം എന്ത് ചെയ്യുക, ഡാറ്റ ഡോട്ട് ഹെഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ വൈൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആസിഡിറ്റി, വോളറ്റൈൽ ആസിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏത് ടൈപ്പാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈനിന്റെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് അത് ഏത് ടൈപ്പാണെന്ന് പ്രിഡിക്റ്റ് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന കോളത്തിലെ യൂണിക് വാല്യൂസ് ഒന്ന് എടുത്ത് നോക്കാം. സിംഗിൾ കോളത്തിൽ എന്ത് കൊടുക്കുക, ടൈപ്പ് കൊടുക്കുക, ഡോട്ട് വാല്യൂ കൗണ്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, റെഡ് വൈറ്റ്, അതായത് വൈറ്റ് റെഡ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയാണ് വൈൻസിനുള്ളത്. സോ അതിൽ ഏതാണെന്നാണ് വരുന്നത് കേട്ടോ. ഔട്ട്കം വരുന്നത് ഈ ഒരു ഡാറ്റേൻ്റെ ബേസിസിലാണ്. സോ കുറച്ച് സ്പെസിഫിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കുക, വൈൻ ഏത് ടൈപ്പ് വൈൻ ആണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് കോളത്തിലെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഐദർ വൈറ്റ് അല്ലെങ്കിൽ റെഡ്, ഇത് രണ്ടും ആയിരിക്കും നമ്മുടെ ഔട്ട്കം വരുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിഡിക്ഷൻ ചെയ്യുന്നത്. സോ നമുക്ക് ടാർഗറ്റ് കോളത്തിലെ ഡാറ്റ കണ്ടാൽ തന്നെ അറിയാം അതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെന്നുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെന്ന് പറഞ്ഞത് കേട്ടോ. ടാർഗറ്റ് കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ കോളത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇത് അൽഗോരിതം ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് ആ ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നൾ വാല്യൂസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ടൈപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആയിരിക്കും. ഈ ഒരു കോളം മാത്രമാണ് കാറ്റഗറിക്കൽ ഉള്ളത് അല്ലേ. സോ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് മുമ്പ് നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് അതിന് ശേഷം ഡോട്ട് എന്ത് കൊടുക്കുക, സമ്മും കൂടി കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. സോ നൾ വാല്യൂസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് കോളത്തിന് വാല്യൂസ് ചേഞ്ച് ചെയ്യാം. സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, le_type ഈക്വൽസ് ഇത് കൊടുക്കുക, ലേബൽ എൻകോഡർ കൊടുക്കുക. സോ ലേബൽ എൻകോഡർ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ടൈപ്പ് ആ കോളം നെയിം കൊടുക്കുക. ദെൻ ഈക്വൽസ് ആൻഡ് ഒബ്ജക്റ്റ് നെയിം ടൈപ്പ് ഡാറ്റ ഫിറ്റ്, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണമെങ്കിൽ മാപ്പ് കൊടുക്കുക കേട്ടോ. ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഡാറ്റ ഓഫ് ടൈപ്പ് കൊടുക്കുക, ദെൻ റൺ ചെയ്യുക. സോ ലേബൽ എൻകോഡർ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഡാറ്റ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ട്രാൻസ്ഫോം കറക്റ്റ് ആണ്. അതിനുശേഷം നമ്മുടെ ഡാറ്റ സെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ 6497 റോസും 13 കോളംസ് ആണുള്ളത്. സോ ഇവിടെ ലേബൽ ആൻഡ് കോഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 0 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും, റെഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതേപോലെ 1 എന്ന് പറയുന്നത് വൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് എൻറ്റയർ കോളംസിനെയും എന്താക്കിയിട്ടുണ്ട്, ന്യൂമറിക്കൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഫീച്ചേഴ്സും ടാർഗറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽസ്
ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറേ നമ്മൾ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നു മാത്രം. എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആക്കിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻസ് കംപ്ലീറ്റ്ലി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ യൂണിവേരിയേറ്റും ബൈവേരിയറ്റ് അനാലിസിസ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുവാണ്, ഫീച്ചേഴ്സിനെ ടാർഗറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരു ഡാറ്റേൻ്റെ പാറ്റേൺസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ തന്നെ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഡോട്ട് ഡ്രോപ്പിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ ആ ഒരു കോളം നെയിം കൊടുക്കുക. അതേപോലെ തന്നെ കോമ ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ y ഈക്വൽസ് കൊടുക്കുക. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോഡ്സിൽ ടൈപ്പ് കൊടുക്കുക. അതെന്താണ് ചെയ്യുക. സോ ഫീച്ചേഴ്സും ടാർഗറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. സോ നമുക്കത് ആഡ് ചെയ്യാം. ഇത് കൊടുക്കുക എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് കൊടുക്കുക ഈക്വൽസ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് ഈക്വൽസ് ഇത് കൊടുക്കുക 0.2 കൊടുക്കുക കോമ റാൻഡം സ്റ്റേറ്റും കൂടി കൊടുക്കുക. റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. ഞാൻ 20 കൊടുക്കുന്നുണ്ട്. എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ് വൈ ട്രെയിൻ വൈ ടെസ്റ്റ് കറക്റ്റ് അല്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അത് റൺ ചെയ്യുക. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ട്രെയിനിൻ്റെ ഷേപ്പും എക്സ് ട്രെയിൻ ഡോട്ട് ഷേപ്പ് ചെക്ക് ചെയ്യുക. ഇതേപോലെ എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ 20% ആണ് സ്പ്ലിറ്റിങ് പറഞ്ഞത്. സോ 5197 റോസ് എക്സ് ട്രെയിനും ഇതുപോലെ 1300 റോസ് എക്സ് ടെസ്റ്റിനും ആണ് വരുന്നത് കേട്ടോ. സോ ആ സ്പ്ലിറ്റിങ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് സ്കെയിലറും കൂടെ യൂസ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ വൈൻ്റെ വാല്യൂ കൊണ്ട് നോക്കിയപ്പോൾ 4000 വൈറ്റും അതേപോലെ തന്നെ 1500 സംതിങ് ആണ് എന്തെന്നിരിക്കുന്നത് റെഡ് എന്നുള്ള രീതിക്ക് റെഡ് വൈനായിട്ട് വന്നിരിക്കുന്നത്. സോ അവിടെ ഒരു എന്താണ് വേരിയേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്കെയിലർ ഈക്വൽസ് ഇവിടെ ഇത് കൊടുക്കുക സ്കെയിലർ ഈക്വൽസ് സ്റ്റാൻഡേർഡ് സ്കെയിലർ. സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിനെ കോൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഓക്കെ ഇത് കൊടുക്കുക എക്സ് ട്രെയിൻ കൊടുക്കുക. എക്സ് ട്രെയിൻ ഈക്വൽസ് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേര് സ്കെയിലർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. ഡോട്ട് ഇത് കൊടുക്കുക ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ഫിറ്റ് ട്രാൻസ്ഫോം ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു എക്സ് ട്രെയിനെ പാസ് ചെയ്യുക. എക്സ് ട്രെയിനെ പാസ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ എക്സ് ടെസ്റ്റിന് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സ് ടെസ്റ്റ് ഈക്വൽസ് ഇത് കൊടുക്കുക സ്കെയിലർ ഡോട്ട് ട്രാൻസ്ഫോം ആണ് കൊടുക്കുന്നത്. ഫിറ്റ് ട്രാൻസ്ഫോം അല്ല, ട്രാൻസ്ഫോം മാത്രമാണ് കൊടുക്കുന്നത്. ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യാം. ദെൻ അതിന് ശേഷം നമ്മുടെ മോഡൽ ക്രിയേഷൻ ആണ് വരുന്നത്. സോ നമുക്ക് സീക്വൻഷ്യൽ വെച്ചിട്ട് ആ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സോ മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, സീക്വൻഷ്യൽ കൊടുക്കുക. സീക്വൻഷ്യൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ, അതായത് ഇൻപുട്ട് ലെയർ പ്ലസ് ഫസ്റ്റ് ലെയർ അത് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ആഡിൻ്റെ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. ഡെൻസിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എത്ര ഡാറ്റ പോയിന്റ്സ് വേണോ അത് നമുക്ക് കൊടുക്കാം. എത്ര ന്യൂറോൺസ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളവിടെ കൗണ്ട് കൊടുക്കുന്നത്. സോ 50 കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻപുട്ട് ഡയമെൻഷൻ ഇൻപുട്ട് അണ്ടർസ്കോർ DIM. ഇവിടെ എത്ര കോളംസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ കാണാം 12 ആണ് വരുന്നത്. സോ ഇൻപുട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, 12 ആണ് വരിക. ഓക്കെ, സോ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റില്ല. ഇൻപുട്ട് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള കോളത്തിൻ്റെ കൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. സോ
സോ ഇൻപുട്ട് ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ റിലു തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻസിന്റെ കാര്യം ലാസ്റ്റ് പറഞ്ഞിരുന്നു. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലു ആണ്. ദെൻ അതിന് ശേഷം നമ്മൾ ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെയർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുവാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡ്രോപ്പ് ഔട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ 0.2 കൊടുക്കാം. ഓക്കെ, ഡ്രോപ്പ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോർമലി നമ്മൾ ഡെൻസ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ 100 കൊടുക്കുക, കോമ ആക്ടിവേഷൻ എന്താണോ അത് കൊടുക്കുക. ആക്ടിവേഷൻ ഈക്വൽ റിലു കൊടുക്കുക കേട്ടോ. റിലു കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ലെയർ ആഡ് ചെയ്തു. 1 2 3 ആയിട്ടുള്ളൂ. ദെൻ അതേപോലെ നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ്, ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, ഇത് എത്ര ലെയേഴ്സ് വേണം എന്നുള്ളത്. ദെൻ ഡെൻസ് കൊടുക്കുന്നുണ്ട്. ഡെൻസിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 100 അല്ലേ നേരത്തെ കൊടുത്തത്, 200 കൊടുക്കുന്നുണ്ട്, കോമ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കുക. ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ റിലു തന്നെയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ലെയർ പോകുന്നുണ്ട്. മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, ഡെൻസിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിനുള്ളിൽ നേരത്തെ 200 ആയിരുന്നു. നമുക്കിപ്പോൾ ഈ ലെയറിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, ഒരു 50 ഒക്കെ കൊടുത്ത് നോക്കാം. 50 കോമ ഇത് കൊടുക്കുക, ആക്ടിവേഷൻ ഫംഗ്ഷൻ. ആക്ടിവേഷൻ ഈക്വൽസ് ഇത് കൊടുക്കുക, റിലു കൊടുക്കുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലെയർ നമുക്ക് 100 വെച്ചിട്ട് തന്നെ കൊടുക്കാം. സോ മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. അഗെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 100 കോമ ആക്ടിവേഷൻ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ റിലു കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഒന്നും കൂടി മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, ഡെൻസ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് അഗെയിൻ 100 കൊടുക്കുന്നുണ്ട്, കോമ ആക്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, റിലു കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലെയർ കൊടുക്കുക, മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 0.2 കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് ലെയറും കൂടി കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡെൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് 100. ദെൻ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, റിലു കൊടുക്കുക. സോ ദെൻ നമുക്ക് ലാസ്റ്റ് ലെയർ കൊടുക്കാം. സോ ഇത്രയും ലെയേഴ്സ് നമ്മൾ എന്താണ്, ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ റിലു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ നമുക്ക് സിഗ്മോയിഡ് കൊടുക്കാം. ബിക്കോസ് ഇത് ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് ലെയർ നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മോയിഡ് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് ആഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഡെൻസ് കൊടുക്കുക. മോഡൽ ഡോട്ട് ഡെൻസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ നമുക്ക് സിംഗിൾ ഒറ്റ ഔട്ട്പുട്ട് ആണ് വേണ്ടത്. സോ ടാർഗറ്റ് കോളത്തിൽ 1 ആണ് കൊടുക്കുന്നത്. അതായത് ലാസ്റ്റ് ലെയറിൽ 1 ആണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കാം. സോ ആക്ടിവേഷൻ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റിന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. സോ ലാസ്റ്റ് ലെയറിൽ, അത് നമ്മൾ ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. ദെൻ അതിന് ശേഷം ദെൻ നെക്സ്റ്റ് നമുക്ക് ലെയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് ലെയർ ആണ്, ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് നമ്മുടെ ഇൻപുട്ട് ലെയർ ആയിരുന്നു. സോ അതും കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ലെയർ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നുണ്ട്, ആക്ടിവേഷൻ ഫംഗ്ഷൻ റിലു മാറ്റിയിട്ട് നമ്മൾ സിഗ്മോയിഡ് ആണ് ലാസ്റ്റ് ലെയർ കൊടുക്കുന്നത്. അത് വരെയും റിലു തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
ദെൻ ലാസ്റ്റ് ലെയർ സിഗ്മോയിഡ് കൊടുക്കുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റിനൊക്കെ മെജോറിറ്റി നമ്മൾ എന്താണ് ആക്ടിവേഷൻ ലാസ്റ്റ് ലെയറിന്റെ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ സിഗ്മോയിഡ് തന്നെയാണ് കേട്ടോ മോസ്റ്റ്ലി യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കോൾ ബാക്ക് കൊടുക്കാം. കോൾ ബാക്ക് ഈക്വൽസ് നമ്മൾ ടി എഫ്, അതായത് ടെൻസർ ഫ്ലോന്റെ അബ്രിവേഷൻ ടി എഫ് കൊടുക്കുന്നുണ്ട്. ടി എഫ് ഡോട്ട് കേറാസ് ഡോട്ട് എന്ത് കൊടുക്കുക, കോൾ ബാക്സ് ഡോട്ട് ഏർലി സ്റ്റോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് ഒരു വാലിഡേഷൻ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു മോഡൽ ആവുകയാണെങ്കിൽ നമ്മൾ ഏർലി സ്റ്റോപ്പിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്കത് മോണിറ്റർ ചെയ്യണം. സോ മോണിറ്റർ ഈക്വൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, വാൽ അണ്ടർസ്കോർ ആക്യുറസി, ദെൻ കോമ പേഷ്യൻസ് ഈക്വൽസ് ഒരു 10 കൊടുക്കുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് കമ്പൈൽ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ലോസ് കൊടുക്കുന്നുണ്ട്. ഏത് ലോസ് ഫംഗ്ഷൻ ആണ് വേണ്ടത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്, 2 ഡാറ്റയാണ് വരുന്നത്. സോ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ് കേട്ടോ. ബൈനറി ക്രോസ് എൻട്രോപ്പി ഇതാണ് അതിൻ്റെ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒപ്റ്റിമൈസർ ആഡ് ചെയ്യണം. സോ ഒപ്റ്റിമൈസർ ഈക്വൽസ് നമ്മൾ ആഡം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ആഡം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ലേണിംഗ് റേറ്റ് കൊടുക്കുന്നുണ്ട്. സോ ലേണിംഗ് അണ്ടർസ്കോർ റേറ്റ് ഈക്വൽസ് എത്ര കൊടുക്കുക, അങ്ങനെ ആ ഒരു ലേണിംഗ് റേറ്റ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ഞാൻ 0.001 കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ മെട്രിക്സ് കൊടുക്കുക. മെട്രിക്സ് ഈക്വൽസ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്സിൽ ആക്യുറസി കൊടുക്കുക. ദെൻ നമുക്ക് ആ ഒരു മോഡലിന് സമ്മറി കിട്ടണം. സോ നെക്സ്റ്റ് ലൈനിൽ മോഡൽ ഡോട്ട് എന്ത് കൊടുക്കുക, സമ്മറി കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് ടൈം എടുക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ ഓരോ ലെയറിനെയും നമ്മളിവിടെ ഡ്രോപ്പ് ഔട്ട് കൊടുത്തതിൻ്റെ അവിടെ 0 വന്നിട്ടുണ്ട്. അവിടെ ലെയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് എന്താണ് ആ ഒരു സ്ട്രക്ചർ പഠിച്ചെടുക്കാതെ ഇച്ചിരി എന്താണ് മെസ്സി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് എത്ര ഡ്രോപ്പ് ഔട്ട് വേണമെന്നൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എത്ര ലെയേഴ്സ് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. എത്ര ഹിഡൻ ലെയേഴ്സ് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ് ഇൻഫർമേഷൻ വേണം അല്ലേ. നമ്മൾ എപ്പോക്സ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് തരുന്നു. സോ അത് നമുക്ക് ചെയ്യാം. സോ ഇതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ട്രെയിനിങ് അണ്ടർസ്കോർ ഇൻഫോ ഈക്വൽസ് എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് ഇൻഫോ കൊടുക്കുക. സോറി, മോഡൽ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ അഗൈൻ കോമ എന്ത് കൊടുക്കുക, ഒരു ബാച്ച് സൈസ് കൊടുക്കുക. ബാച്ച് അണ്ടർസ്കോർ സൈസ് ഈക്വൽസ് ഒരു 500 കൊടുക്കുന്നുണ്ട്. കോമ നെക്സ്റ്റ് നമുക്ക് എത്ര എപ്പോക്സ് വേണമെന്നുള്ളതാണ്. സോ എപ്പോക്സ് ഈക്വൽസ് ഞാൻ ഒരു 200 കൊടുക്കുന്നുണ്ട്. നമുക്കത് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. 200 കൊടുക്കുന്നുണ്ട്. അതേപോലെ വാലിഡേഷൻ സ്കോർ അല്ലെങ്കിൽ വാലിഡേഷൻ ഡാറ്റ, സോറി സ്കോർ അല്ല ഡാറ്റ. വാലിഡേഷൻ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സ് ടെസ്റ്റിനെയും വൈ ടെസ്റ്റിനെയും പാസ് ചെയ്യാം. സോ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റിനെ പാസ് ചെയ്യുക. പിന്നെ അതേപോലെ കോൾ ബാക്കും പാസ് ചെയ്യാം. കോൾ ബാക്സ് ഈക്വൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിൻ്റെ നെയിം നോക്കാം കേട്ടോ. കോൾ ബാക്ക് എന്നാണ്. സോ അത് കൊടുക്കുക, കോൾ ബാക്ക് കൊടുക്കുക. തന്നെ ഇത് റൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ ആ ഒരു ഓരോ എപ്പോക്സിലും എത്ര എണ്ണം വരും. 200 നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ അത്രയും തവണ ഐട്രേറ്റ് ചെയ്യുന്നതും ഓരോ വാലിഡേഷൻ സ്കോർ ലോസിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കിട്ടും. ആക്യുറസി, വാലിഡേഷൻ സ്കോർ, അതേപോലെ തന്നെ വാലിഡേഷൻ ആക്യുറസി ഒക്കെ നമുക്ക് അവിടെ വരും. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണാം വാലിഡേഷൻ സ്കോർ എന്ന് പറഞ്ഞാൽ 0.99 ആയിട്ടുണ്ട്. നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നതും എന്തായിട്ടുണ്ട് 0.99 വന്നിട്ടുണ്ട്. ലോസ് മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 0.01 എന്നൊക്കെ ആയിട്ടുണ്ട് ലോസിന്റെ. അതേപോലെ തന്നെ വാലിഡേഷൻ ലോസ് ആണെങ്കിലും 0.3 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് അതിന്റെ വാല്യൂസ് വരുന്നത് കേട്ടോ. ആക്യുറസി ഏറ്റവും ബെസ്റ്റ് ആക്യുറസി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വിഷ്വലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ 20 എപ്പോക്സ് ആയപ്പോഴേക്കും നമുക്ക് ബെസ്റ്റ് ആക്യുറസി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 0.99 പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആക്യുറസി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 വന്നു കഴിഞ്ഞാൽ അത് ഓവർ ഫിറ്റിംഗ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 0.99 ആണ് ഏറ്റവും ബെസ്റ്റ് ആക്യുറസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ഹിസ്റ്റ് ഈക്വൽസ് കൊടുക്കാം ട്രെയിനിങ് ഇൻഫോ ഡോട്ട് ഹിസ്റ്ററി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിന്റെ വിഷ്വലൈസേഷൻ നോക്കാം. PLT ഡോട്ട് കൊടുക്കുക, പ്ലോട്ട് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഹിസ്റ്റ് കൊടുക്കുക. ഹിസ്റ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്സിൽ നമ്മുടെ ആക്യുറസി കൊടുക്കുന്നുണ്ട്. ആക്യുറസി തന്നെ അതേപോലെ കോമ ലേബൽ ഈക്വൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കാം ട്രെയിനിങ് ആക്യുറസി കൊടുക്കുന്നുണ്ട്. അതേപോലെ കോമ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് കളർ സ്പെസിഫിക് ആയിട്ടൊരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെഡ് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റെഡ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ലൈൻ പോരാ, ട്രെയിനിങ് സ്കോർ മാത്രം പോരാ, ഇതാണ് വാലിഡേഷൻ സ്കോറും കൂടെ വേണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം PLT ഡോട്ട് സ്കോർ കൊടുക്കുക. സ്കോർ അല്ല സോറി പ്ലോട്ട്. PLT ഡോട്ട് പ്ലോട്ട് നമ്മൾ ലൈൻ ചാർട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹിസ്റ്റ് ഓഫ് സിംഗിൾ കോട്സിൽ അതിന്റെ വാലിഡേഷൻ സ്കോറും കൂടി കൊടുക്കുന്നുണ്ട്. സോ വാൽ അണ്ടർ സ്കോർ ഇത് കൊടുക്കുക, ആക്യുറസി കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം കോമ ലേബൽ ആഡ് ചെയ്യാം. സോ ലേബൽ ഈക്വൽസ് ഇത് കൊടുക്കുക വാലിഡേഷൻ സ്കോർ എന്ന് പറഞ്ഞിട്ട് ലേബൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ വാലിഡേഷൻ അണ്ടർ സ്കോർ ആക്യുറസി, വാലിഡേഷൻ ആക്യുറസി കോമ കളർ കൊടുക്കുക, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ ഈക്വൽസ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എപ്പോക്സ് കൊടുക്കുന്നുണ്ട് എക്സ് ലേബിൾ ആയിട്ട്. അതേപോലെ വൈ ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക ആക്യുറസി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക PLT ഡോട്ട് ലെജൻഡും കൂടി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ആഡ് ഓൺ ചെയ്യുന്നത്. ദെൻ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയഗ്രാം വരുന്നത്. സോ ട്രെയിനിങ് സ്കോർ എന്ന് പറയുന്നത് ട്രെയിനിങ് ആക്യുറസിയും അതേപോലെ ടെസ്റ്റിംഗ് ആക്യുറസിയും തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ ഡാറ്റാ പോയിന്റ്സ് ഒക്കെ. സോ ഈ ഒരു ഡയഗ്രാം ബേസ് ചെയ്ത് നമ്മൾ എൽബോ പ്ലോട്ട് ഒക്കെ ചെയ്തില്ലായിരുന്നു. സോ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് ചെയ്യാം ലോസും വാലിഡേഷൻ സ്കോറും നമ്മൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് എൽബോ പ്ലോട്ട് ആണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നുണ്ട് PLT ഡോട്ട് പ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക ഹിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ ലോസ് കൊടുക്കുന്നുണ്ട്. കോമ ലേബൽ ഈക്വൽസ് എന്ത് കൊടുക്കുക ട്രെയിനിങ് ലോസ്. ഓക്കെ, സോ ട്രെയിനിങ് അണ്ടർ സ്കോർ ലോസ് കൊടുക്കുന്നുണ്ട്. എന്നതേപോലെ ലേബിൾ കൊടുത്തതിന് ശേഷം കളർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. കളർ ഈക്വൽ സിംഗിൾ കോട്സിൽ നിന്ന് ഞാൻ റെഡ് തന്നെയാണ് കൊടുക്കുന്നത്. സോ റെഡ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക PLT ഡോട്ട് പ്ലോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഹിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ ഇത് കൊടുക്കുക വാൽ ലോസ്. ഓക്കെ, വാലിഡേഷൻ ലോസ് കൊടുത്തിട്ടുണ്ട്. കോമ ലേബൽ ആഡ് ഓൺ ചെയ്യാം. ലേബൽ ഈക്വൽ സിംഗിൾ കോട്സിൽ വാലിഡേഷൻ അണ്ടർ സ്കോർ ലോസ് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം കോമ കളർ ഈക്വൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക ഗ്രീൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഒരു കളേഴ്സ് കൊടുക്കുന്നുള്ളൂ. ദെൻ എക്സ് ലേബിളും വൈ ലേബിളും ആഡ് ചെയ്യാം. PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ
സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കാം, എപ്പോക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ പി എൽ ടി ഡോട്ട് ബൈ ലേബിള് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, ലോസ് കൊടുക്കുന്നുണ്ട്. ദെൻ ലെജൻഡും കൂടി ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പി എൽ ടി ഡോട്ട് ലെജൻഡും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ റൺ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എൽബോ പ്ലോട്ട് പോലുള്ള വിഷ്വലൈസേഷൻ, അതായത് ട്രെയിനിങ് ലോസും വാലിഡേഷൻ ലോസും വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂസ് ആണ് വരുന്നത്. സോ അത് വെച്ചിട്ടുള്ള വിഷ്വലൈസേഷൻ നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ വരുന്നത്. ഇനി നമുക്ക് പ്രിഡിക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ നോർമലി പ്രിഡിക്റ്റ് ഒക്കെ ചെയ്യൂലേ വൈപ്രെഡ് യൂസ് ചെയ്തിട്ട്, ഇതേപോലെ ഇത് യൂസ് ചെയ്യുക. വൈപ്രെഡ് ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് പാസ് ചെയ്യുക, എക്സ് ടെസ്റ്റിനെ പാസ് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൈപ്രെഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വൈപ്രെഡ് വാല്യൂ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, വാല്യൂസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഷേപ്പ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുത്തിട്ടുണ്ട്, എക്സ് ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൈപ്രെഡ് ഒന്നും കൂടി വൈപ്രെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. അതായത് അരേ പോലെ ഇതിപ്പോൾ 9 0 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരുന്നത്. ആക്ച്വലി ഇത് 0. ഓ, നമുക്ക് നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെയ്താൽ എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് തൊട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണ് കേട്ടോ. ഡാറ്റ സെറ്റ് കറക്റ്റ് ആണ്, ഇമ്പോർട്ട്സ് കറക്റ്റ് ആണ്, ഹെഡ് വാല്യൂ കൗണ്ട് അതൊക്കെ ഓക്കെ ആണ്. ലേബിൾ എൻകോഡർ ചെയ്തതും കറക്റ്റ് ആണ്. ഫിറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ചെയ്ത് എക്സും വൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫീച്ചേഴ്സും ടാർഗറ്റായിട്ട് ടൈപ്പ് എന്ന് പറയുന്ന കോളം തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതും കറക്റ്റ് ആണ്. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിലും എക്സ് കോമ വൈ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് സൈസ് റാൻഡം സ്റ്റേറ്റ് കറക്റ്റ് ആണ്. ദെൻ എക്സ് ട്രെയിനിൻ്റെയും എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. സ്കെയിലർ, സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുത്തിരുന്നു. സോ ഇതിൽ ഫിറ്റ് ട്രാൻസ്ഫോമും ട്രാൻസ്ഫോം ആയിരുന്നു. ഇവിടെ എക്സ് ട്രെയിനും ഇവിടെ എക്സ് ടെസ്റ്റും ആയിരുന്നു പാസ് ചെയ്ത് നോക്കുന്നത്. സോ ഇത് കറക്റ്റ് ആണ്. സീക്വൻസറിൽ ഫസ്റ്റ് ലെയർ 50 ആയിരുന്നു നമ്മൾ ആഡ് ഓൺ ചെയ്താണ്. ദെൻ ഡ്രോപ്പ് ഔട്ട് കൊടുത്തു 100 to 100 0.2 കൊടുത്തിട്ടുണ്ട് ഡ്രോപ്പ് ഔട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെയർ ഡെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ അഗെയിൻ നമ്മൾ ലാസ്റ്റ് ലെയർ ഡെൻസ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. കോൾ ബാക്ക് കൊടുത്തിട്ടുണ്ടായി. ഏർലി സ്റ്റോപ്പിംഗ്, കോൾ ബാക്സ് ഏർലി സ്റ്റോപ്പിംഗ് കറക്റ്റ് ആണ്. മോണിറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേഷ്യൻസിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. മോഡൽ ഡോട്ട് കമ്പയർ കൊടുത്തിട്ട് ലോസ് ഫംഗ്ഷൻ ബൈനറി ക്ലാസിഫിക്കേഷൻ ബൈനറി ക്രോസ് എൻട്രോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൈനറി ഡാറ്റ ആയതുകൊണ്ട് തന്നെ, അതായത് ക്ലാസിഫിക്കേഷൻ ഡാറ്റ ആയതുകൊണ്ട് ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ് നമ്മൾ ലോസ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. ദെൻ ഒപ്റ്റിമൈസർ, ആഡം ഒപ്റ്റിമൈസർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു, അതും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെട്രിക്സിലെ ആക്യുറസി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമ്മറി കൊടുത്തു കഴിഞ്ഞു. ട്രെയിനിങ് ഇൻഫോയില് മോഡൽ ഡോട്ട് ഫിറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ് ട്രെയിനും വൈ ട്രെയിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാച്ച് സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോക്സ് 200 കൊടുത്തിട്ടുണ്ടായിരുന്നു. വാലിഡേഷൻ ഡാറ്റയിൽ എക്സ് ടെസ്റ്റും വൈ ടെസ്റ്റും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ബാക്സും പാസ് ചെയ്തു, അത് കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹിസ്റ്ററി ഈക്വൽസ് ട്രെയിനിങ് ഇൻഫോ ഡോട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഹിസ്റ്ററീസ് എല്ലാം ഹിസ്റ്ററി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ദെൻ അതിന് ശേഷം നമ്മൾ വിഷ്വലൈസേഷൻ ആണ് ചെയ്തത് അല്ലേ. ഓക്കെ, വൈപ്രെഡ് ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് എക്സ് ടെസ്റ്റ് കൊടുത്തു. വൈപ്രെഡിൻ്റെ വാല്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടായി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് എറർ വരുമ്പോൾ ക്ലിയർ ചെയ്യാം. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിലാണ് കൊടുക്കുന്നത്. കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്, വൈപ്രെഡ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കോളൻ കോമ 0 കൊടുക്കുന്നുണ്ട്. സ്ലൈസിങ് പോലെ തന്നെ ഗ്രേറ്റർ ദാൻ
0.5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആസ് ടൈപ്പ് ഇൻറ്റ് കൊടുക്കുക, ഇൻറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. സിംഗിൾ കോട്സിൽ ഇൻറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യുക. ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നമുക്ക് വൈബ്രേറ്റിൻ്റെ വാല്യൂ ഒന്ന് എടുത്ത് നോക്കാം. സീറോസും വൺസും ആയിട്ട് തന്നെ നമ്മുടെ വാല്യൂസ് ഔട്ട്കം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡാറ്റ ഫ്രെയിംസ്, അതായത് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ട്രൂ വാല്യൂസും അതേപോലെ തന്നെ പ്രെഡിക്റ്റഡ് വാല്യൂസും വെച്ചിട്ടുള്ളത്. പി ഡി ഡോട്ട് കൊടുക്കുക, ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കേർലി ബ്രാക്കറ്റ്സിലാണ് വാല്യൂസ് കൊടുക്കുന്നത്. സിംഗിൾ കോട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിനിങ് അല്ല, ട്രൂ വാല്യൂസ്, ട്രൂ വാല്യൂസ്. ദെൻ കോളൻ എന്ത് കൊടുക്കുക, ട്രൂ വാല്യൂസ് എന്ന് പറയുന്നത് വൈ ടെസ്റ്റിലെ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ദെൻ അതേപോലെ കോമ. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, പ്രിഡിക്റ്റഡ് വാല്യൂസ് ആണ് വേണ്ടത് അല്ലേ. സോ പ്രിഡിക്റ്റഡ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുക, കോളൻ വൈബ്രേറ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്യുക. നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ ഫ്രെയിം കിട്ടും. ട്രൂ വാല്യൂസും പ്രെഡിക്റ്റഡ് വാല്യൂസും നമുക്കിപ്പോൾ കാണാം. ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ. 1300 ആ റോസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. സോ രണ്ട് കോളംസിലും ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ ട്രൂവും പ്രെഡിക്റ്റഡും ഇപ്പോൾ കാണിക്കുന്നതിലൊക്കെ എല്ലാം എന്താണ് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അക്യുറസി അറൗണ്ട് 0.99 ഉണ്ട്. സോ അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. സ്റ്റാർട്ടിംഗ് പോർഷനൊക്കെ ഫെമിലിയർ ആയിരിക്കും. ലേബൽ ആൻഡ് കോഡർ ഫെമിലിയർ ആണ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫെമിലിയർ ആണ്. സ്റ്റാൻഡേർഡ് സ്കെയിലർ ഫെമിലിയർ ആണ്. മോഡൽ നമ്മൾ സീക്വൻഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. എൻ ഡയമെൻഷൻ, ഇൻപുട്ട് ഡയമെൻഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് എത്ര കോളംസ് ഉണ്ട് എന്നുള്ള കൗണ്ട് ആണ് നമ്മൾ ഇൻപുട്ട് ഡയമെൻഷൻസിൽ കൊടുക്കുന്നത്. ഡെൻസ് എന്ന് പറയുന്നത് ലെയർ ക്രിയേറ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തത് എന്താണ്, ഡ്രോപ്പ് ഔട്ട് ആണ് അല്ലേ. ഓക്കെ, ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഒരു റെഗുലറൈസേഷൻ ടെക്നിക്കാണ്. സോ ഡീപ്പ് ലേണിംഗിൽ ഓവർ ഫിറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാ ന്യൂറോൺസിനെയും കംപ്ലീറ്റ്ലി കണക്ട് ചെയ്താൽ അവിടെ എന്താണ് ഓവർ ഫിറ്റിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഓവർ ഫിറ്റിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നോ രണ്ടോ ലെയേഴ്സിനെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് കൊടുക്കാൻ പറ്റും. അതായത് എന്താ നമ്മൾ ഡിസേബിൾ ആക്കി വെക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഡ്രോപ്പ് ഔട്ട് കൊടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് റാൻഡംലി നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കും. സോ അങ്ങനെ ഓവർ ഫിറ്റിങ്ങിന്റെ ഇഷ്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ഫ്രാക്ഷൻ ഓഫ് ന്യൂറോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ കണക്ഷൻസ്, ഒരു ഫ്രാക്ഷൻ ഓഫ് ന്യൂറോൺസിന്റെ കണക്ഷൻസ് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുകയാണ്. സോ ഓരോ ഇറ്ററേഷനിലും ആ ട്രെയിനിങ് നടക്കും, ഇംപ്രൂവൈസേഷൻ ഒക്കെ നടക്കും. സോ ബട്ട് എന്നാലും ഓവർ ഫിറ്റിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നെറ്റ്വർക്കിന്റെ കുറച്ചും കൂടി റോബസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറലൈസ്ഡ് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. സോ ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻറ്റ് കേപ്പബിലിറ്റീസ് ഒക്കെയുള്ള ഡാറ്റയൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ട്രെയിനിങ് ടൈമിൽ മാത്രമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുക, ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ടെസ്റ്റിംഗ് ടൈമിലോ അല്ലെങ്കിൽ ഇൻഫറൻസസിലോ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റാൻഡം ആയിട്ട് ന്യൂറോൺസിനെ ഡ്രോപ്പ് ചെയ്താൽ എന്താണ്, ട്രെയിനിങ് സ്റ്റെപ്പിലാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. സോ നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു റാൻഡംലി നമ്മൾ ന്യൂറോൺസിന് എന്ത് ചെയ്യുകയാണ്, ന്യൂറോൺസിന്റെ പെർസെൻറ്റേജ് നമ്മൾ റെഡ്യൂസ് ചെയ്യുവാണ്. സോ ആ ഒരു ഇത് മാത്രം നമ്മൾ 0 ആയിട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നത് മാത്രം. ഇവിടെ ഇപ്പോൾ 0.2 ആണ് കൊടുത്തിരിക്കുന്നത്, അത് 0 ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, സോ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിൽ ഓരോ ഇറ്ററേഷൻ അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. ഒരു തിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഒക്കെ ഉള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ടെമ്പററിലി നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിൻ്റെ കണക്ഷൻസ് റിമൂവ് ചെയ്തിടുവാണ് ചെയ്യുന്നത് കേട്ടോ. ദെൻ
അപ്പോൾ അതിലെങ്ങനെയാണ് വർക്കിംഗ് അല്ലെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1/1 മൈനസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് വെച്ചിട്ടാണ് അത് സ്കെയിൽ ചെയ്യുന്നത്. സോ ന്യൂറോൺസ് അത് വെച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് സ്കെയിൽ ചെയ്തെടുക്കുന്നത്. ദെൻ ഡ്രോപ്പ് ഔട്ട് നമ്മൾ ടെസ്റ്റിങ്ങിൽ ഡ്രോപ്പ് ഔട്ട് നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. സോ പ്രിഡിക്ഷൻ്റെ ഇടയിൽ നമുക്ക് ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ന്യൂറോൺസ് എപ്പോഴാണോ ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് നമുക്ക് ഫുൾ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ട്രെയിനിങ് ഡാറ്റേനെ ഒത്തിരി നന്നായിട്ട് പഠിച്ചാലും നമുക്ക് ഇഷ്യൂ ആണ്. വേറെ എക്സ്ട്രാ പുറത്തുനിന്നുള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർലി ലേൺ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ വരാം. സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് നോയ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര പുവർലി പെർഫോം ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ ഉണ്ടാവും. സോ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫുൾ നെറ്റ്വർക്കിനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടി ജനറൽ ഫീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുവാണ് നമ്മൾ നെറ്റ്വർക്കിനെ. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ജനറലൈസേഷൻ ഇംപ്രൂവ് ചെയ്തിട്ട് ഒരു അപ്രോക്സിമേറ്റ് മോഡലിനെ ആവറേജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്കിനെ ഒന്ന് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഡ്രോപ്പ് ഔട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഇത് കോൾ ബാക്ക്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ വാലിഡേഷൻ സ്റ്റേറ്റ് പേഷ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ന്യൂറൽ നെറ്റ്വർക്കിൽ കോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കിറാസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ്. സോ ഒരു അപ്ലൈഡ് സ്റ്റാറ്റ്, അതായത് ട്രെയിനിങ് പ്രൊസീജിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ഡയറക്റ്റ്ലി മോഡിഫൈ ചെയ്യാതെ ആ ഒരു ലൂപ്പിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കോൾ ബാക്ക് എന്ന് പറയുന്നത്. ദെൻ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ പാരാമീറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ഏർലി സ്റ്റോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഗുലറൈസേഷൻ ടെക്നിക്കാണ്. മെയിൻലി ഓവർ ഫിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ നമ്പർ ഓഫ് എപ്പോക്സ്, അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രേഷൻ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ കണ്ടിന്യൂ ചെയ്യണോ, അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരു മെട്രിക് കൊടുക്കും അല്ലേ. ടിപ്പിക്കലി നമ്മൾ എന്താണ് വാലിഡേഷൻ ലോസ് അല്ലെങ്കിൽ വാലിഡേഷൻ ആക്യുറസിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി സ്റ്റോപ്പിംഗ് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു പാരാമീറ്റർ ആണ് ഇത് വരുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത്. ഒരു കോൺസിക്യൂട്ടീവ് എപ്പോക്സ് എത്തിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ ആ ഒരു പേഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ലോസ് ഫങ്ഷൻ എന്ന് പറയും. ലോസ് ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നോ? ലോസ് ഫങ്ഷൻ ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. ഇവിടെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത് എറർ ആണ് ഇവിടെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അതായത് ലോസ് നമ്മുടെ പ്രിഡിക്റ്റഡ് വാല്യൂസും ആക്ച്വൽ വാല്യൂസും, അതായത് ആക്ച്വൽ വാല്യൂസും ട്രൂ വാല്യൂസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ അല്ലെങ്കിൽ ആ ഒരു ലോസിനെയാണ് നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈമറി ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിൽ എന്ത് ചെയ്യുക, ലോസിനെ മിനിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസും നമ്മൾ യൂസ് ചെയ്യും. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ്, അങ്ങനെ ഒത്തിരി ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏതായിരുന്നു, ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ്. ഓക്കെ, സോ ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്, ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അതൊരു ലോസ് ഫംഗ്ഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ 2 ക്ലാസ്സസ് ഔട്ട്പുട്ട് ടാർഗറ്റ് കോളത്തിൽ 2 ക്ലാസ്സസ് വരുന്ന കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്ന ലോസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. അതിൽ ഡിസിമിലർ ആയിട്ടുള്ള മോഡൽസിനെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതായത് നമുക്ക് ബൈനറി ലേബിൾസ് ഉണ്ടല്ലോ, 0 അല്ലെങ്കിൽ 1 ഉള്ള ബൈനറി ലേബിൾസിൻ്റെ
ഡിസിമിലാരിറ്റി ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് ക്വാണ്ടിഫൈ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോസ് ഫംഗ്ഷൻ ആണ് ഇത് ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിമൈസർ. എന്താ ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഒപ്റ്റിമൈസർ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒപ്റ്റിമൈസർ എന്താന്നൊക്കെ. ഒപ്റ്റിമൈസർ എന്താ? എന്തിനാ നമ്മളത് യൂസ് ചെയ്യുന്ന? അതിന്റെ പർപ്പസ് എന്താ ഒപ്റ്റിമൈസേഴ്സിന്റെ? ഒരു പിക്ചർ ഒക്കെ വെച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, കണ്ടുണ്ടായിരുന്നു ക്ലാസ്. ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് നമ്മൾ പാരാമീറ്റേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒപ്റ്റിമൈസേഴ്സ് എന്ന് പറയുന്നത്. സോ വെയ്റ്റ്സ് അല്ലെങ്കിൽ ബയാസ് ഇത് രണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ന്യൂറൽ നെറ്റ്വർക്കിൽ ട്രെയിനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതിന്റെ പ്രൈമറി ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മോഡലിന്റെ ലോസ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രൈമറി ഗോൾ വരുന്നത്. സോ പ്രിഡിക്ഷൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ടാർഗറ്റ് വാല്യൂസും ആണോ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ലോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത്. ഒപ്റ്റിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ലോസ് കണ്ടുപിടിക്കും. ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫോർവേഡ് പാസിന് ശേഷം നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിൽ ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഫോർവേഡ് പാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ മെയിൻലി ലെയേഴ്സ് പറയുകയാണെങ്കിൽ 3 ലെയേഴ്സാണ് പറയാം. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇൻപുട്ട് ലെയർ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ലെയറും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയറിലുള്ളതാണ് എന്ത് ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും ആവാം, അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ലെയറിൽ ഒരു ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ ഈ ഒരു ഡയറക്ഷനിൽ ഒരു സിംഗിൾ പാസിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ലെയേഴ്സിനെ കവർ ചെയ്യുന്നതാണ് ഇത് ഒരു ഫോർവേഡ് പാസ് എന്ന് പറയുന്നത്. സോ ഒരു ഫോർവേഡ് പാസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ലോസ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും സിസ്റ്റം. സോ അതിൽ എറർ അല്ലെങ്കിൽ ലോസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രിഡിക്റ്റഡ് ഔട്ട്പുട്ടും അതേപോലെ തന്നെ ട്രൂ ലേബിൾസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ലോസ് കണ്ടുപിടിക്കുന്നത്. ദെൻ എന്ത് ചെയ്യും, ഗ്രേഡിയൻസിനെ കമ്പ്യൂട്ട് ചെയ്യും. ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലേറ്റ് ചെയ്യുവാണ്. സോ ഗ്രേഡിയൻസ്, ആ ലോസിന്റെ ഗ്രേഡിയൻസ്, അതേപോലെ തന്നെ ഓരോ മോഡലിന് പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഗ്രേഡിയൻസ് ലൈക്ക് ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ ലോസ് ഫംഗ്ഷന്റെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, പാരാമീറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യും. സോ അതിന്റെ എന്താണ്, പാരാമീറ്റേഴ്സിനെ അബ്ജക്ട് ചെയ്യുമ്പോൾ ലോവർ ആയിട്ടുള്ള ലോസ് ഫംഗ്ഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ലോസ് ഫംഗ്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യും. സോ അതിൽ കുറച്ചെണ്ണമാണ്. ഫസ്റ്റ് വൺ ലേണിംഗ് റേറ്റ് ആണ്. ദെൻ അതേപോലെ മൊമെന്റം, അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലേണിംഗ് റേറ്റ് ആണ്. അതായത് സ്റ്റെപ്പ് സൈസ്, അതായത് പാരാമീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് സൈസ് നമ്മൾ കൺട്രോൾ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. സോ ലേണിംഗ് റേറ്റ് 0.001 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൊമെന്റം ആണെങ്കിലോ ഒരു പ്രീവിയസ് അപ്ഡേറ്റിന്റെ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യും, ലോക്കൽ മിനിമ ഓവർകം ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. കൺവേർജൻസിനെ ബേസ് ചെയ്തിട്ട്, ആക്സിലറേറ്റ് കൺവേർജൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, മൊമെന്റം ആയിട്ട്. മെയിൻലി നമ്മൾ ലേണിംഗ് റേറ്റ് ആണ് ഒപ്റ്റിമൈസറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അഡാപ്റ്റീവ് ലേണിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലേണിംഗ് റേറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ പാരാമീറ്ററും ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യും, ഹിസ്റ്റോറിക്കൽ ഗ്രേഡിയൻസ് ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലി ഓരോ ലേണിംഗ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോസിനെ മിനിമൈസ് ചെയ്യണം, അതേപോലെ തന്നെ കൺവേർജൻസ് ഇംപ്രൂവ് ചെയ്യണം, ദെൻ ചലഞ്ചസിനെ ഹാൻഡിൽ ചെയ്യണം. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദെൻ കോമൺ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിമൈസേഴ്സ്, കോമൺലി യൂസ് ചെയ്യുന്ന ഒപ്റ്റിമൈസേഴ്സിൽ ഒന്നാണ് ഈ ആഡം എന്ന് പറയുന്ന ഒപ്റ്റിമൈസർ. ഇതല്ലാതെ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രേഡിയന്റ് ഡിസെന്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ് നമുക്കുണ്ട് കേട്ടോ.
സോ അതിലൊരെണ്ണമാണ് ആഡം. നമ്മൾ അതിൽ ലേണിംഗ് റേറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദെൻ മെട്രിക്സ് എന്താണ് ആക്യുറസി ബേസ് ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സമ്മറി നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഓരോ ലെയേഴ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, ഇവിടെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ പാരാമീറ്റർ 0 ആണ്. ഫസ്റ്റ് ലെയറിൽ 650 ഉണ്ടായിരുന്നു, ബിക്കോസ് നമ്മുടെ കോളംസ് എത്രയാണ് ഉണ്ടായിരുന്നു മോഡൽ ഡെൻസിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഓക്കെ നമ്മളിവിടെ ഡെൻസിൽ കൊടുത്തത് 50 ആണ്. സോ 650 പാരാമീറ്റേഴ്സ് ആണ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം സെക്കൻഡ് ലെയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഓരോ ലെയർ ബൈ ലെയർ ആ വാല്യൂസ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സോ സെയിം വാല്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ ലാസ്റ്റ് ലെയറിൽ 101 അറൗണ്ട് ആണ് വരുന്നത് കേട്ടോ. സോ ടോട്ടൽ പാരാമീറ്റേഴ്സ് എത്ര ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ട്രെയിനബിൾ പാരാമീറ്റേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, നോൺ ട്രെയിനബിൾ പാരാമീറ്റേഴ്സ് എത്രയാണ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ഓവർവ്യൂ നമുക്ക് അവിടെ ആ ഒരു സമ്മറിയിൽ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഓരോ എപ്പോക്സിലും, അതായത് ഓരോ ഐട്രേഷൻ നമ്മൾ കൊടുക്കൂലേ ഡാറ്റയ്ക്ക്, സോ അതേപോലെ ഐട്രേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പോക്സ് കൊടുക്കുന്നത്. സിമിലർ ടു നമ്മുടെ ഫോളോ പോലെ തന്നെ ഓരോ ഐട്രേഷന്റെ വാല്യൂസ് ആണ് ഈ എപ്പോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് അവിടെ വാല്യൂസ് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോൾ ബാക്ക് ആണ് ഇവിടെ നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ എക്സ്ട്രീം വൈ ട്രെയിൻ കൊടുത്തിട്ടുണ്ട്, ബാറ്റ് സൈസ് സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ ഐട്രേഷനിലും നമുക്ക് ഇവിടെ കാണാം അതിന് കറസ്പോണ്ടിങ് ആക്യുറസി എത്ര വരുന്നുണ്ട്, ലോസ് ഫംഗ്ഷൻ ലോസിന്റെ വാല്യൂ, അതേപോലെ വാലിഡേഷൻ ആക്യുറസി, അതേപോലെ തന്നെ വാലിഡേഷൻ ലോസ് ഒക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു എന്താണ് മാക്സിമം വാല്യൂ എത്തുമ്പോഴും അതെന്ത് ചെയ്യും, എപ്പോക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നമുക്ക് ആക്യുറസി കാണാം അറൌണ്ട് 0.99 ആണ്, ഏറ്റവും ബെസ്റ്റ് ആക്യുറസിയിലാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലോസിന്റെ വാല്യൂ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ നല്ല പോലെ എന്താണ് പ്രിഡിക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന, ഇത് നമ്മൾ ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കിയതാണ്. ഇവിടെയാണ് നമ്മൾ പ്രിഡിക്റ്റിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രിഡിക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇതുപോലെയുള്ള ബെറ്റർ ആയിട്ടുള്ള പ്രിഡിക്റ്റീവ് മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് റെഡ് വൈനെയും 1 എന്ന് പറയുന്നത് വൈറ്റ് വൈനെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലേബൽ എൻകോഡറിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കൺവേർട്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനി കൺവേർട്ട് ചെയ്യാം, സീറോസിനെയും വൺസിനെയും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഡാറ്റാ സെറ്റ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിലിടാം. ഓക്കെ, സോ മുമ്പത്തെ ക്ലാസ്സുകൾ മസ്റ്റായിട്ടും ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. സോ വീഡിയോസ് ഗ്രൂപ്പിൽ സാർ ഇടുന്നുണ്ടല്ലോ, സോ അത് മസ്റ്റായിട്ടും ഫോളോ അപ്പ് ചെയ്യാം. ദെൻ ഓക്കെ, സോ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.